ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് മേപ്പറമ്പ് സെൻറ്ററിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് മാറിയിട്ട് ഒരു നല്ലൊരു കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു വീട്. വളരെ മനോഹരമായിട്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ സൂപ്പറായിട്ടുണ്ട്. സോ അതിൽ 3.5 സെൻറ്റ് സ്ഥലത്ത് 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് 3 ബെഡ്റൂമും ചെറുതൊന്നല്ല കേട്ടോ, 3.5 സെൻറ്റ് സ്ഥലമുണ്ട്. നല്ല വലുപ്പത്തിൽ നല്ല സ്പേസ് ഉള്ള റൂമുകളാണ്. ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ നമുക്ക് കാണുന്ന കാർ പോർച്ച് ഏരിയ, ഇതെല്ലാം വന്നിട്ട് ബേബി മെറ്റൽസ് എല്ലാം ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ ആ ഭാഗത്ത് കാണാൻ വലിയ ഹൈറ്റിൽ നല്ല ഗ്ലാസും അതിനനുസരിച്ചിട്ടുള്ള വിൻഡോസും കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഭാഗത്തിൽ കൂടെയാണ് നമുക്ക് ചെറിയൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ കയറുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ആ സ്റ്റെപ്പുകളുടെ സൈഡിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ബ്രാൻഡ് ന്യൂ വീടാണ്. വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഉള്ളിൽ ഇൻറ്റീരിയർ കാണുമ്പോൾ അതിന് കൂടുതലായിട്ട് അറിയാം. ലൈറ്റിങ്ങും എല്ലാ കാര്യങ്ങളും വളരെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. LED ലാംപ്സ് എല്ലാം സിറ്റ് ഔട്ടിൽ തന്നെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഗ്രൗണ്ട് ഫ്ലോറിൽ 859 സ്ക്വയർ ഫീറ്റും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ 683 സ്ക്വയർ ഫീറ്റുമാണ് ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ളത്. ഒരു വെറൈറ്റി സ്റ്റൈലിൽ, നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് പുട്ടി വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീട്. നല്ല വർക്ക് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് റൂമാണ് നമുക്ക് ഫസ്റ്റ് കാണുന്നത്. അവിടെ നിന്ന് ഒരു ചെറിയൊരു വരാന്ത കണക്കിന് നമുക്കൊരു ഡൈനിങ് ഏരിയയിലേക്ക് അവിടെ സ്പോട്ട് ഉണ്ട്. ചെറിയൊരു ഡൈനിങ് സ്പേസ് ഉണ്ട്. ഈ ഏരിയ കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് ഒരു താഴെ ഒരു ഒറ്റ ബെഡ്റൂമാണുള്ളത്. ഡോറൊക്കെ വളരെ മനോഹരമായിട്ട് ഒരു വ്യത്യസ്ത കോമ്പിനേഷനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഉള്ളിലുള്ള ലൈറ്റുകളായാലും അതുപോലെ തന്നെ ജനലുകളായാലും എല്ലാം ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ അതിനെക്കാട്ടും സ്റ്റൈലാണ്. ഗ്രേ കളർ ആ കോമ്പിനേഷൻ ഫുൾ ഒരു റോയൽ ലുക്ക് തരുന്ന രീതിയിൽ തന്നെ അതിൻ്റെ വാഷ് ബേസിൻസ് ആയാലും എല്ലാം ഒരു റോയൽ ലുക്കിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബാത്റൂം ഫിറ്റിങ്സ് എല്ലാം തന്നെ നല്ല സ്പേസ് ഉള്ള റൂമുകളാണുള്ളത്. ടോട്ടൽ ഉള്ളത് 1497 സ്ക്വയർ ഫീറ്റാണ്. ഏകദേശം 1500 സ്ക്വയർ ഫീറ്റിൽ കുറച്ച് കുറവ്. ഇതിൽ നെക്സ്റ്റ് നമ്മൾ നേരെ കയറുന്നത് കിച്ചണിലേക്കാണ്. കിച്ചണിലത് മോഡുലാർ കിച്ചൺ താല്പര്യമുള്ളവർ എടുക്കുന്നവർക്ക് അനുസരിച്ച് ചെയ്യാമെന്നുള്ള രീതിയിൽ അവർ മോഡുലാർ കിച്ചൺ വെക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയ വീട് തന്നെയാണ്. അപ്പോൾ ഇപ്പം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വരുന്ന ആൾക്കാർക്ക് പറ്റില്ല എന്നുള്ളത്, അവർക്ക് ഇഷ്ടമുള്ളത് വെക്കാമെന്നുള്ള രീതിയിൽ കാലി വിട്ടിട്ടുണ്ട് സ്പേസ്. പിന്നെ വർക്ക് ഏരിയ, പിന്നെ ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് സ്പേസ് ഇച്ചിരി കുറവന്നെ ഉള്ളൂ. ഈ ഒരു സ്പേസ് കാരണം 3.5 സെൻറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഈ രീതിയിലുള്ള, അപ്പോൾ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സൈസ് നമുക്ക് അറിയുന്നുണ്ട്. സോ ആ രീതിയിലുള്ള നല്ല സ്പേസ് ഉള്ള റൂമുകളാണുള്ളത്. സ്റ്റെയർ കേസാണ് നല്ല ലുക്കിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ വാഷ് ബേസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം ഗ്ലാസും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നല്ല മനോഹരമായിട്ട് ഈ ഒരു ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട് അവർ. മേലേക്ക് നല്ല നല്ല നീളത്തിലാണ് ആ ഒരു വെളിച്ചം കിട്ടുന്ന തക്കത്തിൽ നല്ലൊരു വിൻഡോ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൽ മരവും അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നല്ല വൈബുള്ളൊരു വീട്, മനോഹരമായിട്ട് ഈ ഒരു ചെറിയ സ്പേസിൽ ഇത്രയ്ക്ക് നന്നായിട്ട് സ്പേസ് എന്ന് വെച്ചാൽ ഓരോ റൂമിനും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അതിനൊരു വെറൈറ്റി മോഡൽ കൊടുത്തിട്ടുണ്ട്. കയറുമ്പോൾ ആ ഒരു സ്പേസും കാര്യങ്ങളും ചവിട്ടാനുള്ള ഏരിയ ഒക്കെ നന്നായിട്ടുണ്ട്. ഇത് മേലുള്ള ഫസ്റ്റ് ഫ്ലോറിലുള്ള ബെഡ്റൂംസാണ്. സോ അത് 2 ബെഡ്റൂമിനും കൂടി മേലെ വന്നിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ഇല്ല, പക്ഷേ നല്ല സ്പേസ് ഉണ്ട്. റൂം നല്ല രസമായിട്ടുണ്ട്. അതുപോലെ വിൻഡോസൊക്കെ 2 സൈഡിലും കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി അതൊരു ഡിഫറെൻ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്തൊരു ബെഡ്റൂമും കൂടി വരുന്നുണ്ട്. നല്ല സ്പേസ് ഉണ്ട്, നല്ല കളർ കോമ്പിനേഷൻ ഉണ്ട്. ടൈൽസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂം എന്നൊരു ചെറിയൊരു ബാൽക്കണി സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ വേറെ ലെവലിലായിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ബാൽക്കണി നമുക്ക് അതിലേക്ക് ആ വിൻഡോസ് നമുക്ക് തുറന്നിട്ട് നേരെ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഗ്ലാസ് ഡോറുകളാണ് ഉള്ളത്. അത് നമുക്ക് സ്ലൈഡിങ് ഡോറാണ്. അപ്പോൾ നമുക്കത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് കറക്റ്റ് നല്ലൊരു വ്യൂ ആണ് ബെഡ്റൂം എന്നുള്ളത്. നമ്മുടെ പുലി അതായിരിക്കണം. സോ ഇതാണ് 2 ബെഡ്റൂം. ഇതിൻ്റെ രണ്ടിനും കൂടി കോമൺ ആയിട്ടൊരു ഒറ്റ ബാത്റൂമാണുള്ളത് ഇതിൻ്റെ ഇടയിലായിട്ട്.
രണ്ടിൻ്റെയും മിഡിലായിട്ട് നല്ല സ്പേസുള്ള ബെഡ്റൂമിന് വാഷ്റൂംസ് തന്നെയാണ് എല്ലാത്തിലും സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്ന വാഷ് ബേസിൻസ് എല്ലാം നല്ല ഒരു റോയൽ ലുക്കിൽ എല്ലാം കളർ കോമ്പിനേഷനും എല്ലാം. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ഈ രണ്ടിൻ്റെ ഇടയിലായിട്ട് താഴെ ഡൈനിങ് സ്പേസ് വെച്ചിരുന്ന ഏരിയയിൽ നമുക്ക് വെളിയിലോട്ടൊരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് മേലേക്ക് കയറാനുള്ള ഏരിയ. ഇപ്പോൾ ബാൽക്കണി ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ലൈറ്റെല്ലാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല റോഡിൽ നിന്ന് നമുക്ക് വളരെ അടുത്ത് തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ മേളിലോട്ട് കയറാനുള്ള സ്പേസാണ്. സോ ടോട്ടൽ ഈ ഒരു പ്രോപ്പർട്ടി ഇതിൻ്റെ ഓണർ ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 3.5 സെൻറ്റ് സ്ഥലത്തുള്ള ഈ 1500 സ്ക്വയർ ഫീറ്റിലുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് വെറും 55 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളുമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമ്മൾ ഇടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതിനാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മൾ അതിനുകൊണ്ട് ഹെൽപ്പുകൾ ചെയ്തു തരുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ ഓണർക്ക് അവരുടെ ഈ വീഡിയോ എടുത്ത് അതിൽ അവരുടെ നമ്പർ തന്നെ അതിൽ കൊടുക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതിനുള്ള ഹെൽപ്പ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് കെയർ. ബൈ.